എടാ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഞാൻ പപ്പയോട് ആരാടാ? ഒരു അരമണിക്കൂർ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. സഹദേവാ എടാ ഒന്ന് പോണോ. സേതു ഇങ്ങോട്ട് വരുന്നു. കടത്തിവിടണ്ടെന്ന് പറയട്ടെ. അവൻ വരും. ലാൽ സലാം. എന്താടാ എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലുണ്ടല്ലോ. ഒരു കൊട്ട രണ്ടുപേർക്കും. എന്താടാ പ്രശ്നം? നീ ഇവനും തമ്മില്? ഇവനും ഞാനും തമ്മിലല്ല, ഞാനും അങ്കിളും തമ്മിൽ, സേതുവും സ്റ്റേറ്റ് ഭരിക്കുന്ന ആളും തമ്മിൽ. ഓഹോ, എന്ന് വെച്ചാ എന്താ ഇപ്പൊ നിന്റെ ഉദ്ദേശം? എന്ന് വെച്ചാൽ അങ്കിൾ, പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണൻ നായരുടെ ബെൻസിൽ ഇവനെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പൊ എന്റെ മുഖം കാണുമ്പോ പഴയ സഖാവ് CP MLA ഒരു പദ്യം പാടാറുണ്ട്. പാഠസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ. അത് തന്നെയാണ് സാർ ആഗമനോദ്ദേശം. എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം. അണമുറിഞ്ഞു പോകാതിരിക്കാൻ, ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ? കമ്പിളിക്കണ്ടം ചോദം. അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തി നിപ്പോണ്ടിപ്പോ. കാരുണ്യ ദീപം വരെ. ഇവൻ പറഞ്ഞില്ലേ, I want it stalled. I want Nari be drawn from the sea. ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു. പറഞ്ഞു, പക്ഷെ പറ്റില്ലെങ്കിലോ? അങ്ങനെ ഒറ്റ വാക്കിലൊരു മറുപടി പറയല്ലേ CM. ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും ഒരു തവണ പോലും നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പടി ചവിട്ടിയിട്ടില്ല സേതു. ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പുതുക്കിയിട്ടില്ല, ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേതു ഇതുവരെ. നീ എന്താടാ പഴയ കണക്ക് പറഞ്ഞെന്നെ പേടിപ്പിക്കാമെന്നതാ? അതെ, പേടിപ്പിക്കാൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. സേതു അത് വേണ്ട, പുറത്ത് പോലീസുണ്ട്, ഒന്ന് ഞൊടിച്ചാൽ മതിയാ. ഞാൻ കാണണോ? എത്ര കാലമായടാ പോലീസ് കാവലുണ്ടായിട്ട് നിനക്ക് നിന്റെ സ്വന്തക്കും? ഇനി ഏറിയാൽ എത്ര കാലം, എത്ര മാസം? ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഒരു പാടുണ്ട് കണക്കുകൾ. പാർട്ടി പിടിക്കാൻ, സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ, ഗ്രൂപ്പുകാർക്ക് വായിക്കരിയിടാൻ, പത്രങ്ങളിലെയും ചാനലുകളിലെയും പാദസേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ, സമ്മാനിക്കാൻ, സാഹിബിന്റെ കോളേജിലെ നിന്റെ ക്യാപിറ്റേഷൻ ഫീ, മകൾക്ക് മണിപ്പാലി ബാറ്റ്, അങ്ങനെ പത്തിനും പലതിനും പാടിനും. അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ചപാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും ഇല്ലാതെ വാരി പൊലിച്ചിട്ടുണ്ട് സേതു. കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട്, അല്ലേ? പഴയ കണക്കുകൾ മറക്കാം, പക്ഷേ പുതിയൊരു കണക്കുണ്ട്. ഇതില് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാൻ. എന്തടാ, പുറത്ത് പോലീസുണ്ട്, വിളിപ്പിക്കണോ? മുഖ്യമന്ത്രി ബ്ലാക്ക്മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ. പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തടുത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര. സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീ ആയിരിക്കും വൈകിട്ട്. റിയാലിറ്റി ഷോ. അണമുറിഞ്ഞു പോയാല്, സേതു ഒലിച്ചു പോയാല് ഒപ്പം ദാ ഇവനും ഉണ്ടാവും, ഒറ്റ പുത്രൻ. സോ ബി വൈസ്, യൂസ് യുവർ ക്ലൗഡ്, വിഡ്രോ നരി. എന്നെ രക്ഷപ്പെടുത്താൻ, ഇവനെ രക്ഷപ്പെടുത്താൻ. സേതുബന്ധനം. ലാൽ സലാം. വിളിക്കു ഷിഹാബിനെ. അച്ഛൻ ഇപ്പൊ വരും, അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ. അമ്മ വിളിച്ചോളാം. ഞാൻ വന്നല്ലോ, അമ്മ വാതിൽ തുറക്കട്ടെ.
പ്രഭേ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്ന് കാണാൻ. നോ, ഒരു 2 മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നാലേ ഷോക്കിൽ നിന്ന് പുറത്തു വരൂ. ഇപ്പൊ നിന്നെ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും. എവിടെ ഷിഹാബ്? പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ആ, നരി നിർബന്ധമായിട്ട് പറഞ്ഞേച്ചു. ആഹാ. നരി, ഒറ്റ മിനിറ്റ്. എടാ, താഴെ പണം കെട്ടിട്ടില്ലല്ലോ ഇതുവരെ. അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക്. ഡോക്ടർ, അത് ഞാൻ താഴെ അവർ പെട്ടെന്നൊരു എമൗണ്ട് പറഞ്ഞപ്പോ. എന്താടാ, ഞാനൊന്ന് വിളിച്ച് പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ? വേണ്ട ഡോക്ടർ, പ്ലീസ്. 10 മണിവരെ സമയമായി തന്നാൽ മതി, ഞാൻ കൊണ്ട് നടത്തോളാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓക്കേടാ. എടാ 50,000 ചെക്ക് ചെയ്യാൻ കൊടുത്തു വിട്ടോളാം. നീ ഫോൺ വെക്കേ, ഞാൻ വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഹീസ് ഓക്കെ. ഓ ഡാ, താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട്, മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി. നരിയേട്ടാ, ഇപ്പൊ നീ എതിർത്തൊന്നും പറയല്ലടാ. എടാ നീ പ്ലീസ്. നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല, ചത്തുപോയതിന്റെ അപ്പനാണ് സത്യം. നീ വിലക്കരുത്, ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. നരി ഡാ. സാർ, തോമസ് ആന്നി. സാർ, ഷിഹാബുദ്ദീൻ സാർ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിലെത്താൻ സിഗം വിളിപ്പിക്കുന്നു. സർ, അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും? സർ ഉണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യത വന്നാലേ ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അല്ലേടോ? സർ. ആ, ചെക്കൻ എങ്ങനെയുണ്ട്? സർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. ആ, അപ്പൊ പിന്നെ നമുക്ക് ഇതാക്കി നിർത്തിക്കളയാം. ഈ അന്വേഷണം എന്താ?